എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ 83ാമത്തെ പുസ്തകമാണ്, ഞാൻ വായിച്ച പുസ്തകമാണ്. പുലയരുടെ ചരിത്രം ഒരു പഠനം. ഓർണ കൃഷ്ണക്കുട്ടി എഴുതിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് അതിയായ ഒരു ആഗ്രഹമുണ്ടായി. കാരണം അത്രത്തോളം ശക്തമാണ് ഈ പുസ്തകം. പലപ്പോഴും ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ, ഇപ്പോൾ ഇന്ന് കാണുന്ന പലരുടെയും ചരിത്രം പരിശോധിച്ചാൽ ഒത്തിരി ഇന്ന് കാണുന്ന പല മതങ്ങളുടെയോ പല സമുദായങ്ങളുടെയൊക്കെ ചരിത്രം നമ്മൾ തികഞ്ഞു നോക്കി കഴിഞ്ഞാൽ ഒത്തിരി നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട്, ഇഷ്ടപ്പെടുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് ഈ ചരിത്രം. പലപ്പോഴും പലരുടെയും ചരിത്രം നമ്മൾ വായിക്കുമ്പോഴും ചിലത് ഇഷ്ടപ്പെടാതെ വരും. കാരണം മോശപ്പെട്ട കാര്യങ്ങൾ ഒത്തിരി ഉണ്ടാവും. അത് തന്നെയാണ് ചരിത്രം തന്നെ പറയുന്നത്. ഒരു പുലയ സമുദായത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായി ഈ പുസ്തകം പറയുന്നുണ്ട്. കാരണം അവർ നടത്തിയ അതിജീവനവും അവർക്ക് നേരിട്ട പീഡനങ്ങളുടെയും എല്ലാ കഥകളും ഈ പുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. ഈ പുസ്തകം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ സമുദായം ഒത്തിരി ദ്രോഹം ചെയ്ത്, ഒത്തിരി പീഡനങ്ങളിലൂടെയാണ് ഈ സമുദായം പോയത്. ഈ സമുദായത്തിന് ഒത്തിരി അവകാശങ്ങൾ നിഷേധിച്ചു. ഇതര മതസ്ഥർ ഈ സമുദായത്തെ ചൂഷണം ചെയ്തു എന്നൊക്കെയാണ് ഗ്രന്ഥകർത്താവ് ഈ പുസ്തകത്തിൽ അവകാശപ്പെടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ അവകാശപ്പെടുന്നത് ഈ വിദേശ മിഷണറിമാരാണ്, അതായത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ക്രിസ്ത്യൻ മിഷണറിമാർ വ്യാപകമായി മതപരിവർത്തനം നടത്തി. അതൊക്കെ ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പുള്ളി പ്രതിപാദിപ്പിക്കുന്നുണ്ട്. ചൂഷണം ചെയ്തതാണ് വിദേശ മിഷണറിമാർ. പക്ഷേ അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം ഇത് വായിച്ചു കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിലായി ഇദ്ദേഹം തന്നൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് തോന്നുന്നു. ഇതിലേറ്റവും രസകരമായിട്ടൊരു അധ്യായമാണ്. അതായത് ഒരു പാലത്തിൽ പല ആളുകളെയും, പല ദളിത് ആളുകളെയും കുരുതി കൊടുത്തിട്ടുണ്ട് എന്ന ഒരു സംഭവം ഇദ്ദേഹം ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ആ സംഭവം ഇങ്ങനെയാണ്. അതുപോലെ മറ്റൊരു ഗുരുതി നടത്തി പാലത്തിൻ്റെ തൂണുകാലുകൾ ഉറപ്പിച്ച സംഭവം എറണാകുളം ജില്ലയിലുണ്ട്. ആലുവ അങ്കമാലി ദേശീയപാതയിൽ രാജഭരണകാലത്ത് നിർമ്മിച്ച മാർത്താണ്ഡവർമ്മ പഴയ പാലത്തിൻ്റെ പണി നടക്കുന്നിടത്ത് 11 കർഷകത്തൊഴിലാളികളെ മണ്ണിട്ട് മൂടുകയുണ്ടായി. 12 പേര് ഉണ്ടായിരുന്നാൽ തോട്ടക്കാട്ട് കര താണിപ്പള്ളി തൊമ്മി രക്ഷപ്പെട്ടു. തൊഴിലാളികൾ എല്ലാവരും 20 വയസ്സിന് പ്രായമുള്ളവരായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ ആർച്ച് പാലമായ ഇതിൻ്റെ കരാർ JB ഗഡ്മാൻ കമ്പനിക്കായിരുന്നു. ഒരു ദിവസത്തേക്ക് മാത്രം വിളിച്ചുകൊണ്ട് വന്ന തൊഴിലാളികളാണ് മരിച്ചത്. ആ പാലത്തിൻ്റെ പണി നടക്കുന്നത് കൊല്ലവർഷം 1114 പെരിയാറിൻ്റെ തോട്ടക്കാട്ട് കരയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പാലം നിർമ്മിച്ചത്. പാലത്തിന് തെക്കേ പില്ലറിൻ്റെ കുഴിയെടുത്തുകൊണ്ടിരുന്ന പുലയരിൽപ്പെട്ട നിർമ്മാണ തൊഴിലാളികളായ യുവാക്കളെ പാലത്തിൻ്റെ കാലുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഗുരുതി നൽകുകയായിരുന്നു. വൃശ്ചികം 6-ാം തീയതി രാത്രിയിലാണ് ഈ ദാരുണ സംഭവം നടത്തിയത്. പതിവ് പോലെ പണി കഴിയാറായപ്പോൾ അല്പം കൂടി മണ്ണിട്ട് മാറ്റിക്കഴിഞ്ഞിട്ട് പണി നിർത്താം എന്ന് പറഞ്ഞ് ആ പുലയരെ പാലത്തിനടുത്ത് തൂണിൻ്റെ കുഴിയിൽ മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത്. നെടുവേലി കണ്ണൻ, അഴകൻ ചാത്തൻ, അയ്യർ ചാത്തൻ, പള്ളിപ്പാടൻ ചോതി, പെണ്ണമ്മ ഇവരെ കൂടാതെ കുരിശുപറമ്പിൽ ഔസേപ്പൂട്ടി, ഔസേപ്പ് ത്രേസ്യ, മുട്ടൂർ മത്തായി കുഞ്ഞ് എന്നീ ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. കരമന പഴയ പാലം പണിയുന്ന അവസരത്തിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുലിയ ചെറുപ്പക്കാരനെ ഫില്ലറിൻ്റെ തേവ് കൊണ്ട് വീണുപോയി. അതെടുക്കാൻ ഇറങ്ങുവാൻ പറയും. അയാൾ ഇറങ്ങുവാൻ കോൺക്രീറ്റ് ഇട്ട് ഫില്ലറിട്ട് അടയ്ക്കുകയും ചെയ്തു. അതായത് ഇദ്ദേഹം പറയുന്നത് പല കരമന പാലത്തിൻ്റെ അടുത്ത് ഒത്തിരി ആളുകളെ കുരുതി കൊടുത്തിട്ടുണ്ട്. അതായത് ആ പാലത്തിൻ്റെ ഫില്ലർ നിൽക്കുന്നത് ആളുകളുടെ ജഡത്തിന് മേലെയായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഈ പുസ്തകത്തിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും നല്ലൊരു ചരിത്രത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാം ഉപകാരപ്പെടുന്ന ഒരു പുസ്തകം തന്നെയാണ്. ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല.
അത് സത്യം സ്ഥാപിക്കാൻ ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല. പക്ഷെ ഈ പുസ്തകത്തിനെ പ്രതിപാദിച്ച് ഞാൻ പറയുന്നതാണ്. നല്ലൊരു ചരിത്രത്തെ അറിയുന്നവർക്ക് അറിയാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. ഇത് എഴുതിയിരിക്കുന്ന ഓർണ കൃഷ്ണക്കുട്ടി. അദ്ദേഹത്തിൻ്റെ 1959 ജൂലൈ 25 എറണാകുളം ജില്ലയിൽ അല്ലപ്പുറയിൽ ജനിച്ചു. അച്ഛൻ അയ്യപ്പൻ, അമ്മ മുത്തക്കാളി. കണ്ടത്തറ LP സ്കൂൾ, അല്ലപ്പുറ UP സ്കൂൾ, ശാലോം ഹൈസ്കൂൾ, വെങ്ങോല, സെന്റ് പീറ്റേഴ്സ് കോഞ്ചേരി എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. മുനിസിപ്പൽ കോമൺ സർവീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു. ഒരു ഗ്രന്ഥകർത്താവിൻ്റെ ചരിത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കാരണം കേരളത്തിലെ അവശത അനുഭവിക്കുന്ന ഒരു സമുദായത്തിൻ്റെ നേർചിത്രമാണ് ഈ പുസ്തകം നമ്മുടെ മുമ്പിൽ തുറന്നു കാട്ടുന്നത്. ഓക്കെ, എല്ലാവരും വായിക്കുക.